പടം അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ സൂപ്പറായിരുന്നു. കോമഡി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഫാമിലി സൂപ്പർ. സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡി വർക്കൗട്ട് ചെയ്യാൻ തോന്നി. സെക്കൻഡ് ഹാഫ് ഉഗ്രനാണ്. ക്ലൈമാക്സ് നല്ലതാണ്. ദിലീപേട്ടൻ്റെ ശക്തമായ തിരിച്ചുവെന്ന് പറയാം. കോമഡിയുടെ ഒപ്പം തന്നെ സെൻറ്റിമെൻറ്റ്സ്, റൊമാൻസ്, ആക്ഷൻ എല്ലാം ഉണ്ട്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനറാണ്. മാത്രമേ ഉണ്ട് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് അത്ര വന്നില്ല. സെക്കൻഡ് ഹാഫ് വളരെ നല്ല എല്ലാം കൊണ്ടും കോമഡിയിൽ വർക്ക്. ഫസ്റ്റ് ഹാഫിൽ കോമഡി വർക്കുണ്ട്. സെക്കൻഡ് ഹാഫിൽ തന്നെ കോമഡി ഒപ്പം സെൻറ്റിമെൻറ്റ്സ് എല്ലാ ജോണറും ഉണ്ട്. ഇത് ജനപ്രിയ നായകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. നല്ല പടം. അങ്ങനെയൊന്നും പറയാൻ അറിയില്ല, പക്ഷെ നല്ല സിനിമയാണ്. നല്ല ഇമോഷൻസ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല കോമഡിയേ ഉള്ളു. അടിപൊളി കോമഡി. പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ ചിത്രം നമ്മൾ ദിലീപ് എന്ന നടൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ച് കണ്ട ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും ദിലീപേട്ടന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൂടി ചേരുവകൾ ചേർന്ന ഒരു ചിത്രത്തിലൂടെ നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. കുടുംബ പ്രേക്ഷകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഈ 2024 ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം പ്രേക്ഷകരെ മാറ്റി നിർത്തില്ല. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ചേർന്ന നല്ലൊരു കോമഡി എൻ്റർടൈനറാണ് ഈ ദിലീപ് ചിത്രം. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തും. ആ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല. പടം തരക്കേടില്ലെന്ന് പറയാം. അതായത് കോമഡി ഫസ്റ്റ് ഹാഫിലെ കോമഡി അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഏറ്റിട്ടില്ല. പക്ഷേ കണ്ടിരിക്കാനുള്ള പടമുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കുറച്ച് ഗ്യാപ്പിട്ടുള്ള പടമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒട്ടും പിറകിലോട്ട് പോയല്ല. ഗ്യാപ്പിൻ്റെ കാര്യത്തിലിട്ടാലും പുള്ളി ആക്ടിങ് ഒട്ടും പിറകിലോട്ട് പോയല്ല. പിന്നെ അതേപോലെ തന്നെ ജോണി ആൻ്റണി ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണാം. അല്ല, പുള്ളിയുടെ കംഫോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ കോമഡി കുറച്ച് കൂടുതലുള്ള പടമാണ്. പക്ഷേ ഇതിൽ അത്രയ്ക്ക് കോമഡി അങ്ങോട്ട് ഏറ്റുള്ളത് പറയാം. എന്തായാലും പടം എനിക്ക് തിയേറ്ററിൽ വാച്ചബിളായിട്ട് തോന്നി. ഫാമിലി ഓഡിയൻസിനൊക്കെ കൂടുതൽ കാണാൻ പറ്റിയ പടമാണ്. പിള്ളേർക്കായാലും നല്ല പടം തോന്നുന്നു. നല്ല കോമഡി. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ആയിരുന്നു. പടം നല്ല രസമുണ്ട്. നല്ല കോമഡി എൻ്റർടൈനറാണ്. അദ്ദേഹത്തിൻ്റെ ആ സത്യനാഥനിലൊക്കെ കണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവറോൾ നല്ല മൂവിയാണ്. തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്നതാണ്. ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ സിനിമ കണ്ടു. ബോറടിപ്പിക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു ഫുൾ ടൈം ഓൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ചിരിയുടെ മാലപ്പടക്കം തന്നെ പറയാം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പറക്കും തളിയാണെങ്കിലും സി ഡി മൂസിയാണെങ്കിലും മിസ്റ്റർ മരിയൂരാണെങ്കിലും മായാമോഹിനാണെങ്കിലും നമ്മൾ ചിരിച്ച് മുന്നൂറ്റിയ സിനിമയാണ്. അപ്പോൾ ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ടും ഫാമിലിയായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഫുൾ ടൈം ഓൺ ദിലീപ് ചിത്രമാണ്. നല്ല കോമഡി അല്ലേ? നൈസ്. അത് തന്നെ കോമഡിയാണ്, ഫാമിലിയാണ്, എല്ലാവർക്കും കാണാം, ഇഷ്ടപ്പെടാം. നല്ല പടം. തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. പിന്നെ കംപ്ലീറ്റ് ഫാമിലി, എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പടം. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സൂപ്പർ ഹ്യൂമറായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ആസ്വദിച്ച് കാണാൻ പറ്റും. ചില സെൻറ്റിമെൻറ്റ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ വിനീത് സാറിൻ്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. പടം കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമ. കോമഡിയാണ്. ഒരു റൊമാൻറ്റിക്, ബോഡി ഗാർഡിലുള്ള റൊമാൻറ്റിക് പോലത്തെ ഒരു ഫാമിലി മൂവി.